ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അൻസാൻ ഫുഡീസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് പുതിയ രണ്ട് റെസിപ്പീസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ക്യാരറ്റ് പായസവും ബീട്രൂട്ട് പായസവും. ക്യാരറ്റും ബീട്രൂട്ടും ഹെൽത്തി ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമുക്കൊരു അടിപൊളി പായസം തന്നെ തയ്യാറാക്കിയെടുക്കാം. ഈ പായസം തയ്യാറാക്കാൻ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി. ഇതെങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ പായസത്തിലേക്ക് വേണ്ടത് 1 ലിറ്റർ പാല്, കുറച്ച് സേമിയ, റോസ്റ്റഡ് സേമിയ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്, 2 ക്യാരറ്റ്, ഒരു മീഡിയം സൈസ് ബീട്രൂട്ട്, 1 കപ്പ് പഞ്ചസാര. ആദ്യം തന്നെ നമ്മുടെ ക്യാരറ്റ് തൊലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് കുറച്ച് വെള്ളവും ഒരു നുള്ളു ഉപ്പിട്ട് വേവിച്ചെടുക്കാം. വേവിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച അതേ വെള്ളത്തിൽ തന്നെ നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. പാലൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 1/2 ലിറ്റർ പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിരുന്ന ക്യാരറ്റും കൂടി ഒഴിച്ചു കൊടുക്കാം. ക്യാരറ്റും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന സേമിയ ഒന്ന് കുറച്ച് മതി, കുറച്ച് സേമിയ ഒന്ന് പൊടിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് സേമിയ വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം. സാഗു റൈസോ എന്ത് വേണം നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചെടുക്കാം. ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ ബീട്രൂട്ട് തോലൊക്കെ കളഞ്ഞ് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ചതിന് ശേഷം ബീട്രൂട്ടിലേക്ക് നമ്മൾ വേവിച്ച വെള്ളം വേറെ കുറച്ച് വെള്ളം വേറെ ഒഴിച്ച് നല്ലതുപോലെ അടിച്ചെടുക്കാം. ഇനി നമ്മൾ ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാൽ തന്നെയാണ് എടുക്കുന്നത്. പാൽ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സേമിയ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് മിക്സ് ചെയ്യാം. സേമിയൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് വെന്ത് വരുന്നവരെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ബീട്രൂട്ടും ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ലോണം ഇഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിരുന്ന ബീട്രൂട്ട് കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പായസം കണ്ടില്ല, നല്ല സൂപ്പർ കളറിലുള്ള ഒരു പായസം തന്നെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ബീട്രൂട്ട് പായസം ക്യാരറ്റ് പായസമൊക്കെ. ബീട്രൂട്ട് ആണെന്നും ക്യാരറ്റ് ആണെന്നൊന്നും പറയില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ടീസ്പൂൺ നമ്മുടെ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബീട്രൂട്ട് പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കുറച്ച് നെയ്യിലേക്ക് നമുക്ക് നല്ലപോലെ ചൂടാക്കിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് റൈസിൻസും കൂടി ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് ഇത് നമ്മുടെ 2 പായസത്തിലേക്കും കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇത് നമ്മുടെ ബീട്രൂട്ട് പായസവും ക്യാരറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. സൂപ്പർ ടേസ്റ്റിയാണ്, നിങ്ങൾക്ക് മക്കൾക്കൊക്കെ കൊടുക്കുക, ഹെൽത്തിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രിപ്ഷൻ ചെയ്തില്ലെങ്കിൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇൻഷാ അല്ലാഹ് ഇനി പുതിയ വീഡിയോസായിട്ട് ഇനിയും വരും. അസ്സലാമു അലൈക്കും.